We never struggle to come out of the God's territory when God asks us to sit down or pause for a moment. ദൈവം നിർത്താൻ പറഞ്ഞാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാതെ പുറത്തിറങ്ങരുത്. ഇതൊരു വലിയൊരു സത്യമാണ്. ആ ഭാഗമാണ് നാം വിശദീകരിച്ചത്. അങ്ങനെ മോശയോട് ദൈവത്തിന് എന്തൊക്കെയാണ് സംസാരിക്കാനുണ്ടായിരുന്നത്? ഗോഡ് വാണ്ട്സ് ടു ടേക്ക് മോസസ് ആസ് ദ ലീഡർ ഓഫ് ഇസ്രായേൽ. ഓൾമോസ്റ്റ് 600,000 families has to be led by this mighty man of God. But before he step into that shoe, God want to teach him certain lesson. You need to know exactly what's God's plan and purpose about your life. അത് നീ അറിയാതെ അടുത്ത ചുവട് വെക്കരുത്. ഒന്നാമത് നാം പഠിച്ചത് God is absolutely able to give glory to every thorns in our life. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളാകുന്ന സകല മുള്ളുകൾക്കും തേജസ് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. രണ്ട്, നാം പഠിച്ചത് എന്താണ്? സ്തോത്രം ഹല്ലേലൂയ. ദിസ് ഈസ് എ ഹോളി ഗ്രൗണ്ട്. ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തിൻ്റെ പേര് വിശുദ്ധ സ്ഥലമെന്നാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് വി ഷുഡ് ഹാവ് ആൻ ഏണസ്റ്റ് ക്രേവിങ് ആൻഡ് ഡിസയർ ടു ബി ഹോളി ആസ് ഹി ഈസ് ഹോളി. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരായിരിക്കാൻ നമ്മുടെ അകത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇന്ന് രാവിലെ നാം ചിന്തിച്ചത് സ്തോത്രം, God wants Moses to remove your sandal. Means what is the meaning of the removing the sandal? We are handing over everything into the hands of the Lord. We are trying to say, we are admitting that I am not at all worthy for anything. എൻ്റെ അയോഗ്യതയായിട്ട് എൻ്റെ അവകാശങ്ങളും അല്ലെങ്കിൽ ഒക്കെ ദൈവത്തിന് കൈമാറുന്ന ഒരവസ്ഥയാണ് ദൈവം മോശയോട് ആവശ്യപ്പെട്ടത്. നിൻ്റെ കഴിവും നിൻ്റെ പ്രാപ്തിയും നിൻ്റെ യോഗ്യതയും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ, അത് വടിയാണെങ്കിലും ഹൃദയമാണെങ്കിലും നിൻ്റെ കാലുകളാണേലും നടപ്പാണേലും പ്രവൃത്തിയാണേലും ചിന്തയാണേലും എവ്രിതിങ് സറണ്ടർ ആൻഡ് അബ്സല്യൂട്ട്ലി സബ്മിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. ഇന്ന് നാം അതിൻ്റെ അടുത്ത ചിന്തയിലേക്ക് പോവുകയാണ്. ഒന്നും കൂടെ വായിക്കാം, 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അടുത്ത വാക്യം ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. നിർത്തി നാം പദങ്ങൾ വായിക്കുകയാണ്. Now God is continuing to speak to Moses. You should know who am I, who am you are talking to, hallelujah, who is interacting with you, who is in an encounter with you, where you are standing, who is talking to, who is making an appeal with you. നിൻ്റെയോട് സംസാരിക്കുന്ന, നിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ദൈവം ആരാണെന്നറിയണം. ഈ വെളിപ്പാടില്ലാതെ നീ പുറത്തു പോകരുത്. മക്കളെ, തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണ്. അല്ലെങ്കിൽ ബിഫോർ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ആസ് എ പാസ്റ്റർ or experience as a father, as a parent, I may be able to certain things. No, never ever think that until you get the divine revelation from above, you cannot do anything in this world. ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടാതെ ഈ മണ്ണിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ ദൈവം മോശയോട് പറയുന്നത്? യു ഷുഡ് നോ ഹു ആം ഐ. ഞാൻ ആരാണെന്ന് നീ അറിയണം. ഒന്ന്, ഐ എം ദ ഗോഡ് ഓഫ് ഏബ്രഹാം. നമ്പർ 2, ഐ എം ദ ഗോഡ് ഓഫ് ഐസക്. നമ്പർ 3, ഐ എം ദ ഗോഡ് ഓഫ് ജേക്കബ്. ആൻഡ് നമ്പർ 4, ഐ എം ദ ഗോഡ് ഓഫ് യുവർ ഡാഡ് ഓർ യുവർ ഫാദർ ഓർ യുവർ പേരൻസ്. ഇത്രയും കാര്യം നീ അറിഞ്ഞിട്ട് മതി എനിക്ക് വേണ്ടി നായകനായി ഇസ്രായേലിനെ നയിക്കാൻ പുറപ്പെടാൻ. Praise the Lord. It looks like a simple message, God of Abraham, God of Isaac, God of Jacob and God of your father, but it has a deeper and deeper meaning. Praise God. It's not a shallow Christian life. It's a deeper down experience. Then only we can grow in the fear and admonition of God. ദൈവത്തിൻ്റെ പത്യോപദേശത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം പോകണം. അപ്പോൾ മോശയ്ക്ക് ദൈവം വെളിപ്പാട് കൊടുക്കുകയാണ്. സ്തോത്രം, അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാനെന്ന് ഒന്നാമത് നീ അറിയണം. ഞാൻ ആരാണ്? ഐ എം ദ ഗോഡ് ഓഫ് അബ്രഹാം. അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് പാടാനൊക്കെ നല്ലതാണ്. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, പിന്നെ അപ്പം അതൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പാട്ടൊക്കെ പാടുമ്പോൾ ജോബിനെ ഇങ്ങോട്ട് മുന്നോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ച് ചേർത്തൊരു 10 പാട്ടങ്ങൾ അവർ കേൾപ്പിക്കും. അപ്പോൾ അബ്രഹാമോട്ട് ബന്ധപ്പെട്ട് പാട്ടൊക്കെ നമുക്കറിയാം. പക്ഷേ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്, യു ഹാവ് ടു ലീഡ്. ഗോഡ് ഓൺലി നോസ് ദാറ്റ് the people of Israel has to go through the wilderness for 40 years. Moses never thought about that. The Aaron never thought about that. All the children of Israel never thought that we are going to wander in the wilderness for 40 years. They thought it may be a 3-day journey or maybe an overnight journey. But God only purposed this 40 years journey for them. So God wants this man to lead this group of people, such number of people, in a very unique way. There he need to have a revelation about who the God is leading them. ആ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടാകണം. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടാൻ വേണ്ടി ഒന്നാമത് അറിയണം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്നറിയണം.
അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ച് സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗമുണ്ട്. സ്തേഫാനോസിൻ്റെ ഏറ്റവും സുദീർഘമായ പ്രസംഗമാണ്. വേദപുസ്തകത്തിലെ ദീർഘമായ പ്രസംഗങ്ങളിലൊന്നാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ അല്ലെങ്കിൽ പൗലോസിൻ്റെ യേശുവിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ. അതിനോട് കിടപിടിക്കുന്ന ഒരു പ്രഭാഷണമാണ് സ്തേഫാനോസിൻ്റെ പ്രഭാഷണം. സ്തേഫാനോസിൻ്റെ പ്രഭാഷണത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് സ്തേഫാനോസ് പ്രഖ്യാപിക്കുന്നത്: നമ്മുടെ പിതാവായ അബ്രഹാം അല്ലെങ്കിൽ കൽദയരുടെ പട്ടണമായ മെസൊപ്പൊത്താമിയയിൽ തേജോമനായ ദൈവത്താൽ വിളിക്കപ്പെട്ട് പുറപ്പെട്ടു. സോ ഗോഡ് ഓഫ് എബ്രഹാം മീൻസ് ഗോഡ് ഓഫ് ഗ്ലോറി എന്നാണ്. അബ്രഹാമിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ തേജോമനായ ദൈവമാണ്. അത് പറയുമ്പോൾ അല്പം കൂടെ നമ്മളതിൻ്റെ ആഴത്തിൽ അർത്ഥം മനസ്സിലാക്കണം. അബ്രഹാം പാർത്തിരുന്നത് അല്ലെങ്കിൽ ഗതിയും പരഗതിയും ഇല്ലാഞ്ഞിട്ടൊന്നും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതൊന്നുമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബ്രഹാം വാസ് വെൽ സെറ്റിൽഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഊർ ഓർ അല്ലെങ്കിൽ കൽദയരുടെ പട്ടണത്തിൽ മെസൊപ്പൊട്ടേമിയയിൽ. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പുരാതന ലോകത്തിലെ സിവിലൈസേഷൻ 2 പ്രധാനപ്പെട്ടത്. മോസ്റ്റ് ഓഫ് ദ സിവിലൈസേഷൻസ് ആർ ഫോംഡ് ബൈ ദ ഷോർ ഓഫ് ദ റിവർ. നദീതടങ്ങളിലാണ്. സ്കൂളിലൊക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച 2 നദീതട സംസ്കാരങ്ങൾ പറഞ്ഞാട്ട്. അപ്പോൾ ഓർമ്മയുണ്ട്, ഈ കട്ടപ്പെട്ട് നേഴ്സിംഗ് ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഫാക്ടറി ജോലിയൊക്കെ ചെയ്യുമ്പോഴും പഴയ അല്ലെങ്കിൽ എംബോസിഷൻ എഴുതിയതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സിന്ധു നദീതട സംസ്കാരം, മോഹൻ ഇത് വരുന്നത് ഓർമ്മയുണ്ട്. ആരാന്ന് പോലും നമുക്കറിയത്തില്ല ഈ മോഹൻ ആരാന്നും എന്തു ആയിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള 2 സംസ്കാരങ്ങളായിരുന്നു നീല നദിയുടെ തീരങ്ങളിൽ ഉടലെടുത്ത ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരവും അറ്റ് ദ സെയിം ടൈം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്ത് ഉടലെടുത്ത മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. അതിൻ്റെ പേര് സുമേറിയൻ കൾച്ചർ എന്നാണ്. സുമേറിയൻ സംസ്കാരം. അക്ഷരങ്ങളുണ്ട്. ആ സമയത്തെ ലിപികളുണ്ടായിരുന്നു. ദേ ഹാഡ് ലിറ്ററേച്ചർ ആൻഡ് ഏബിൾ ടു റൈറ്റ് ലാംഗ്വേജ് ത്രൂ പിക്ചേഴ്സ്. ചിത്രകലകളിൽ അവർ വിദഗ്ധന്മാരായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ. അവർ ടാബ്ലറ്റ്സ്, മൺപലകകളുണ്ടായിരുന്നു. നമ്മൾ ഈ ഐപാഡ് അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ മൺപലകകൾ കനം കുറച്ചുണ്ടാക്കി വെയിലത്ത് ഉണക്കുന്നതിന് മുമ്പ് അതിനകത്ത് ചിത്രകലകൾ, എങ്ങനെ പാലം പണിയാം, എങ്ങനെ ഗോപുരം പണിയാമെന്നൊക്കെയുള്ള ചിത്രകലകളുള്ള നാടായിരുന്നു സുമേറിയൻ കൾച്ചർ. ക്യൂനിഫോം ലിപികൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തറിയാം. ക്യൂനിഫോം ലിപികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ തെളിവാണ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഗോപുരമുണ്ടാക്കാമെന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ് കൽദയരെല്ലാം കൂടെ ശിനാർ ദേശത്ത് ഗോപുരം പണിതുയർത്തിയത്. ഹല്ലേലൂയ. നമ്മൾ കെട്ടിപ്പോക്കുന്ന ഡാമൊക്കെ 140 വർഷം കഴിഞ്ഞപ്പോൾ ഇടിയുമെന്ന് കൊണ്ട് പേടിച്ച് പത്തനംതിട്ട ജീവിക്കുന്നവരോടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അവർ പണിയുന്ന ഗോപുരമൊക്കെ വലുതാണെന്നും ഇടിയത്തില്ലെന്നും നല്ല ഉറപ്പ് അവർക്കും ഉണ്ടായിരുന്നു, ദൈവത്തിനും അറിയായിരുന്നു. ഇവന്മാർ പറഞ്ഞതുപോലെ പണിയുമെന്ന്. അങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വെൽസെല്ല് നല്ല അറിവും ജ്ഞാനവും ഉള്ളതായിരുന്നു ഈ മനുഷ്യൻ. അപ്പം യാതൊരു പട്ടിണി പാവമായിട്ടോ പരഗതി ഇല്ലാഞ്ഞിട്ടോ ഇറങ്ങി തിരിച്ചതല്ല. അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഗ്ലോറിയും നക്ഷത്രങ്ങളുടെ പേരുമൊക്കെ എണ്ണുന്ന നാട്ടിൽ നിന്നപ്പോൾ അതിനേക്കാൾ തേജസ്സുള്ള ഒന്ന് താൻ കണ്ടു. അതിനെയാണ് തേജോമനായ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, യാക്കോബയിലോ മർത്തോമയിലോ CSIയിലോ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളിലോ മറ്റു ആചാരങ്ങളിലോ ഒക്കെ നിങ്ങൾ വളർന്നു വരുമ്പോൾ അതിനേക്കാൾ മെച്ചമായ എന്തെങ്കിലും കാഴ്ച ഇവിടെ കണ്ടിട്ടല്ല നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അതിനേക്കാൾ പള്ളിയുടെ വലിപ്പമോ അതിനേക്കാൾ ആചാര്യന്മാരുടെ ശ്രേഷ്ഠതയോ അതിനേക്കാൾ അനുഭവത്തിൻ്റെ അല്ല, അതിനപ്പുറത്ത് അതിനേക്കാൾ തേജസ്സുള്ള ഒരു ദൈവത്തെ ഓരാബാന ഹതരാധകന. ഇന്ന് രാത്രി എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാം, വി ഹാഡ് സീൻ എ ഗ്ലോറി. ഞങ്ങളൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലും അന്ധതമസിലും ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശം കണ്ടു. ദൂരമാന ഹാംദാരാധന വൈഷമനാദര. യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായ തേജസ്സായി കണ്ടു. ആ ഒറ്റ കാഴ്ചയാണ് യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും ഒക്കെ കടലിൽ വലയെറിയുന്നിടത്തു നിന്ന്, വല നന്നാക്കുന്നിടത്തു നിന്ന്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന്, തൽമൂദുകളിൽ നിന്ന്, തോറായുടെ കെട്ടിൽ നിന്നൊക്കെ അവരെ പുറത്തെടുത്തിട്ട് ഒരു പുതുവഴിക്ക് പ്രാപ്തരാക്കി മാറ്റിയത്. മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തപ്പോൾ യേശുവിൻ്റെ പുറകെ യാത്ര ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കിയത് അവർ കണ്ട വെളിച്ചമായിരുന്നു. സത്വരാധകന്. ഇന്ന് രാത്രി ഈ വെളിച്ചമാണ് നമ്മളെയും പുറത്തിറക്കിയത്.
അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയാണ്. Once you are called out of darkness and translated or transformed in the marvelous light of the Lord, we have only one obligation. We need to proclaim the high praises of the Lord. That's why when the worship team sings the song, when they play the music, when the preachers preaching the message, why we are doing together as praising and worshiping the Lord. You know why the secret? We know once we were in the darkness, now we are walking in the marvelous light of the Lord. ഇന്നലെ ഞാൻ ഇരുട്ടിലായിരുന്നു, ഇന്നലെ അന്ധകാരത്തിലായിരുന്നു, ഇന്നലെ തകർച്ചയിലായിരുന്നു. ഇന്ന് ഞാൻ വെളിച്ചത്തിലായതുകൊണ്ട് എനിക്ക് ആദരമടക്കി വെക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. As we are singing in the very beginning that Fanny Crosby's beautiful meaningful song, this is my story, this is my song, only one story I have to tell, only one song throughout my life I have to sing, praising my Savior all the day long, praising my Savior all the day long. That's our story, that's our song. Hallelujah. അതാ നമ്മുടെ പാട്ട്. എനിക്ക് പാട്ടും എനിക്ക് പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? ഹാലല്ല. അപ്പോൾ അബ്രഹാം തേജോമനായ ദൈവത്തെ കണ്ടു. മെസൊപ്പൊത്താമിയയുടെ കൽദയരുടെ മണ്ണിൻ്റെ ശ്രേഷ്ഠതയേക്കാൾ ആകാശമുട്ട ഉയർന്നു പൊങ്ങുന്ന ശീനാം ദേശത്തെ ഗോപുരത്തെക്കാൾ എന്നത് വിശദീകരിക്കാം. അബ്രഹാം വിശ്വാസത്തോടെ, അതിനാണ് പറഞ്ഞു വരുന്നത്, തേജോമനായ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. മോശെ നീ അറിയണം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഐ ആം ദ ഗോഡ് ഓഫ് ഗ്ലോറി. നിങ്ങൾ നടന്നു പോകുന്ന മരുഭൂമി ഇരുട്ട് നിറഞ്ഞ യാത്രകളാണ്. നിങ്ങൾ നടന്നു പോകുന്ന മരുഭൂമി ജാതികളുടെ യാത്ര നടുവിൽ കൂടെയാണ്. മോവാബ്യരും അമ്മോന്യരും പെരിസ്യരും ഹിത്യരും ഹിവ്യരും ജബൂസ്യരും ഒക്കെ തിങ്ങി നിറയ്ക്കുന്ന അന്ധ ആരാധനകളും മേലോക്കിൻ്റെ ആരാധനകളും മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്ന ജാതീയ ആരാധനകൾ, പട്ടണഭൂതങ്ങൾ, അല്ലെങ്കിൽ ഈ നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ ഒന്നിനു പുറകെ ഒന്നായി കൊടികുത്തി വാഴുന്ന ഇരുട്ടിൻ്റെ അന്തരീക്ഷത്തിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വഴി തെറ്റാതിരിക്കണമെങ്കിൽ നിങ്ങളും കാണണം ഈ തേജോമനായ ദൈവത്തെ. അമേരിക്കയുടെ ആഡംബരം കണ്ടെന്നും അഭിമാനം കൊള്ളല്ലേ. ഈ ആഡംബരത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ അന്ധകാര ശക്തികളുണ്ട്, പട്ടണഭൂതങ്ങളുണ്ട്, തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന, ശുശ്രൂഷകന്മാരെ വീഴ്ത്തിക്കളയുന്ന, ദൈവസഭയെ വിഴുങ്ങുമെന്ന് പറഞ്ഞ് വാവളർന്നു നിൽക്കുന്ന, ആത്മീയത്തെ കെടുത്തുന്ന ദുരുപദേശങ്ങൾ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡമോഹങ്ങൾ, കൺമോഹങ്ങൾ, ഈ പട്ടണത്തിൽ വാഴുന്ന ദുഷ്ടാത്മ സേനകളുണ്ട്. അതിനോട് പോരടിക്കുന്ന ദൈവസഭയ്ക്കറിയാം, ഞങ്ങളൊരു വെളിച്ചം കണ്ടു, ആ വെളിച്ചത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ പുറകെ യാത്ര ചെയ്യുന്നത്. That's what we have to proclaim this evening. We saw a light. Hallelujah. ആ ഒരു വെളിച്ചം കണ്ടതുകൊണ്ടാണ് പിന്മാറിപ്പോകാത്തത്. ദൈവസഭയെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും ദേവദാസന്മാർക്കൊക്കെ അറിയാൻ, ശുശ്രൂഷിക്കുന്നവർക്ക്, ഞാനും നിങ്ങളും അനുഭവിച്ച കഷ്ടതയുടെ 100 അനുഭവിച്ച പലരും ഇന്ന് ശുശ്രൂഷയിലില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും കണ്ട അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ അടുത്തൂടെ പോയ പലരും പുസ്തകം താത്തു വെച്ച് വീട്ടിൽ പോയി. പക്ഷേ ഇന്നും നമുക്ക് പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒന്നും കൂടി ആവർത്തിക്കുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അല്ലെങ്കിൽ ഹനനിയാ, മിശായേൽ, അസരിയാവ് എന്ന എബ്രായ ബാലന്മാരെ ദൂരാ സമഭൂമിയിൽ ഉയർത്തിക്കെട്ടി നിൽക്കുന്ന 300 മുഴം ഉയരമുള്ള സ്വർണ്ണ ബിംബവും അതിൻ്റെ തിളക്കവും അതിൻ്റെ മുമ്പിൽ മുഴങ്ങിക്കേൾക്കുന്ന നാദസ്വരങ്ങളും വീണയും നാദവും ഒക്കെ കേട്ടിട്ടും അവരതിൻ്റെ മുമ്പിൽ തലകുനിക്കാതിരുന്നപ്പോൾ അവരെ വലിച്ച് അല്ലെങ്കിൽ അഗ്നിയിലേക്ക് എറിയുവാൻ കൽപ്പന കൊടുക്കുന്ന നെബൂഖദ്നേസർ രാജാവ്. അല്ല, അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞാൻ എൻ്റെ ആ വാക്കുകയല്ല പറയുന്നത്, ഈ ബിംബത്തെക്കാൾ തേജസ്സുള്ളൊരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. ദൂരാ സമഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന 300 മുഴം ഉയരമുള്ള ഈ ബിംബത്തിന്മേൽ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന തിളക്കത്തിൻ്റെ 1000 മടങ്ങ് തേജസ്സുള്ള ഒരു ദൈവത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയത്തില്ലെങ്കിലും ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ പ്രകാശിച്ച് കാണുന്ന ആ വെളിച്ചത്തിന്, അല്ലെങ്കിൽ ഒരിക്കൽ ആ വെളിച്ചം കണ്ടാൽ വി വിൽ നെവർ ബോ ബിഫോർ എനി അതർ ഇമേജ്. ഇന്ന് രാത്രികാലം പണത്തിൻ്റെ മുമ്പിലും, പ്രതാപത്തിൻ്റെ മുമ്പിലും, സ്ഥാനത്തിൻ്റെ മുമ്പിലും, മാനത്തിൻ്റെ മുമ്പിലും, ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലും അതൊക്കെ നമ്മൾ തല വണക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ കണ്ട വെളിച്ചം അത്ര വലുതായിരുന്നു. ഞങ്ങൾ കണ്ട തേജസ് അത്ര വലുതായിരുന്നു. ഞങ്ങൾ കണ്ട തേജസ് അത്ര വലുതായിരുന്നു. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah.
അതുകൊണ്ട് രോഗം ഞങ്ങളെ പിടിച്ചാലും, വേദന ഞങ്ങളെ പിടിച്ചാലും, കടഭാരം വന്നാലും, നിന്ന വന്നാലും, മരണം ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിൽ വന്നാലും ഞങ്ങൾ പതറത്തില്ല. ഹല്ലേലൂയ. പഴി പറഞ്ഞും പരാതി പറഞ്ഞ് ഞങ്ങൾ പിന്മാറിപ്പോകത്തില്ല. ഞങ്ങൾ ഇനിയും സ്തോത്രം പറയും. പിശാചിനോട് വെല്ലുവിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമൻ ഓ ഈ ദേഹം പുതുതാക്കിടാൻ, വേഗം വരുമെന്നാഥൻ ദേഹം. അതിൻ്റെ കാരണം യേശു എന്നടിസ്ഥാനം ആശയാവേ. ചേർന്ന് പറയാൻ പറ്റുമോ? ഇളകാത്ത യേശു എന്നടിസ്ഥാനം ആശയം, ആശ്വാസത്തിൻ പൂർണ്ണതാവോ യേശുവിൽ കണ്ടേ ഞാനോ, ആശ്വാസത്തിൻ ഉറവ ശഖമന ഹാംദലറിഖബലൻ. യേശുവിൽ അടിസ്ഥാനമുള്ളത് കൊണ്ടാണ് രോഗം പിടിച്ച് ദേഹം ക്ഷയിച്ച് ദ്വൈകി ദുഃഖത്താൽ തകർന്ന് എല്ലാം പ്രതികൂലമായാലും ഉറ്റവർ ഉടയവർ മുഖം തിരിച്ച് നടന്നുപോയാലും നമ്മൾ പിന്നെയും പാടിയതിൻ്റെ കാരണം അടിസ്ഥാനം ക്രിസ്തുവിലാ. ഹല്ലേലൂയ. ഇവരെ വലിച്ചെറിയുവാൻ വന്ന ബലശാലികളായ പടയാളികൾ, ബാബിലോണിയ പട്ടാളക്കാർ. അവിടെ എഴുതിയിരിക്കുന്നത് കാൽച്ചട്ട അവരുടെ വസ്ത്രത്തോടു കൂടെ അവരെ കയ്യും കാലും കെട്ടി തീയിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞെന്ന. തീച്ചുളയുടെ ചൂട് 7 മടങ്ങ് കഠിനമാകിയാലും രാജാവിൻ്റെ കൽപ്പന അതിക്രൂരമാകിയാലും വലിച്ചെറിഞ്ഞവർ കരിഞ്ഞുപോയെന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഇമാജിൻ ദാറ്റ്. വീണവരെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ ആരെക്കുറിച്ചാണ്? എറിഞ്ഞവരെ കുറിച്ച്. അവർ തീക്കകത്തൊന്നും ഇറങ്ങിയില്ല. തീയുടെ അടുത്ത് ദേ ജസ്റ്റ് വെൻറ്റ് ടു ജസ്റ്റ് മേ ബി 100 feet away, 20 feet away, ബട്ട് ദേ ആർ ബേൺ ആൻഡ് ടേൺ ഇൻ ടു ആഷസ്. പക്ഷേ വീണവരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവദാസന്മാരെ? വീണവർ കെട്ടഴിഞ്ഞു, അതിൽ നടക്കുന്നു. നെബൂഖദ്നേസർ സാക്ഷ്യം പറയുന്നു, 4മതൊരുവൻ അതിനകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ എന്താ അല്ലേ, ഞാനും നിങ്ങളും കടന്നുപോയ അഗ്നിശോധനയുടെ അടുത്തെത്തിയവർ കരിഞ്ഞു പോയപ്പോൾ നിങ്ങൾ ഇന്നും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഒരു 4മൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണ്, ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളുമാണ്. ഒരു 5മനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസഭയ്ക്കകത്ത് അംഗങ്ങളുടെ എണ്ണം ചേർത്ത് വെച്ച് ഒരുവൻ ഇറങ്ങി വരുന്ന കണ്ടിട്ടുണ്ട്. അല്ല, എൻ്റെ വലങ്കരം പിടിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പതറാതെ തളരാതെ മുന്നോട്ട് പോകുവാൻ കാഴ്ച ലഭിച്ചിരിക്കുന്നത് തേജോമനായ ദൈവത്തെക്കുറിച്ചാണ്. മോശ, ഈ വെളിപ്പാടില്ലെങ്കിൽ നിൻ്റെ മരുഭൂയാത്ര തകർന്നു പോകും. സോ ബിഫോർ യു സ്റ്റെപ്പ് ഔട്ട് ടു ബിക്കം എ ലീഡർ for the group of the people or the people of Israel, you need to recognize your God is the God of glory. നിൻ്റെ ദൈവം തേജോമനായ ദൈവമാണെന്ന് വെളിപ്പാട് വേണം. അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നിങ്ങൾ തറങ്ങുന്നു, അയ്യോ ഇരുട്ടാണല്ലോ, പ്രതിസന്ധിയാണല്ലോ, കട്ടപ്പാടാണല്ലോ. ഇല്ല, വെളിച്ചം കൂടെ ഉണ്ടെങ്കിൽ ഇരുട്ടിൽ തപ്പി നടക്കേണ്ടി വരത്തില്ല. ഈ വെളിപ്പാടോടെ വേണം നീ അതിനാ നിന്നെ ഞാൻ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം അങ്ങ് ബിസിയാണ്, ലീഡറാവണം, അതാകണം, ഇതാകണം, അങ്ങ് ഓവർ നൈറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയി മാറണം. ദൈവമക്കളെ എത്ര കടന്ന് കഷായിച്ചാലും ചിലപ്പോൾ ദൈവം ഒന്നും ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ഇതിനകത്ത് പറഞ്ഞ അബ്രഹാമിൻ്റെ ദൈവം, അബ്രഹാം വിശ്വാസികളുടെ പിതാ. അബ്രഹാമിൻ്റെ വിശ്വാസം നീ അറിയണം. 40 വർഷത്തേക്കുള്ള അരിയും സാധനവും തേങ്ങയും ഉള്ളിയും മാങ്ങ എല്ലാം കൂടെ ട്രക്കിനകത്തൊന്നും കയറ്റിക്കൊണ്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവം ആരാണെന്ന് വെളിപ്പാടില്ലെന്നുണ്ടെങ്കിൽ എന്നും രാവിലെ പ്രതിസന്ധിയായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തോ ആയി തീർന്നേനെ. പ്രൈസ്. അബ്രഹാമിൻ്റെ ദൈവം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉടയവനാണെന്ന് ഓർത്തണം. ഗോഡ് ഓഫ് എബ്രഹാം മീൻസ് ഹീസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനാണ് ആരുടെ ദൈവം? അബ്രഹാമിൻ്റെ ദൈവം. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 3 തലങ്ങളുണ്ട്. 3 realms ഓഫ് എബ്രഹാംസ് ഫെയ്ത്ത് ആൻഡ് 5 ക്വാളിറ്റീസ് ഓഫ് എബ്രഹാമിൻ്റെ ഫെയ്ത്ത്. അബ്രഹാമിൻ്റെ വിശ്വാസം, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഇവിടെ നമ്മൾ നിൽക്കേണ്ടി വരും. അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് അല്ലെങ്കിൽ 3 തലങ്ങളുണ്ട്.
അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ മെഷർമെൻറ്റ് വേണേൽ പറയാൻ ഗുണങ്ങളുണ്ട്. ഒന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 3 തലം ഞാൻ ഓർപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള 3 വാക്യങ്ങൾക്കകത്ത് വി ക്യാൻ സീ ദ 3 realms ഓഫ് ഏബ്രഹാംസ് ഫെയ്ത്ത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 3 തലങ്ങൾ. വിശ്വാസത്തിൽ അബ്രഹാം വിളിക്കപ്പെട്ടാറെ എങ്ങോട്ടെന്നറിയാതെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി. ദാറ്റ് ഇസ് ദ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം പോകാൻ പറഞ്ഞു. ഇവിടെ മാപ്പുണ്ടായിട്ട് ഇവിടെ ഗൂഗിൾ മാപ്പോ വാട്ട് ആർ ദ മാപ്സ് യു ആർ യൂസിങ് ആയിട്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതെല്ലാം നല്ല നല്ല ഡിറക്ഷൻ ഉണ്ടായിട്ടും പോകാൻ നമുക്ക് മടിയാണ്. പ്രൈസ് ഗോഡ്. ഈ ഇടയ്ക്ക് ഒരു സംഭവം ഞങ്ങളുടെ സഭയിലുണ്ടായി. ഒരച്ചായൻ ചർച്ചിൽ വന്നപ്പോഴാണ് 7 മണിക്ക് മീറ്റിങ്ങിന് വന്നപ്പോഴാണ് അറിഞ്ഞത് വാലറ്റ് എടുത്തിട്ടില്ലെന്ന്. ആകെ ടെൻഷനായി പുള്ളിക്ക്. പുള്ളി എന്ത് ചെയ്തു, വണ്ടി ഓടിച്ച് വീട്ടിൽ പോയിട്ട് വാലറ്റ് എടുത്തിട്ട് പിന്നെയും വന്ന് ചർച്ചയിരുന്നു. എന്നാൽ പിന്നെ പോകുമ്പോൾ അങ്ങ് ഓടിച്ചുകൊണ്ട് പോയാൽ പോരായിരുന്നു. ഇങ്ങോട്ട് വാലറ്റ് ഇല്ലാതാണ് ലൈസൻസ് ഇല്ലാതെ വന്നത്. പിന്നെയും 10 മൈൽ തിരിച്ച് വീട്ടിൽ ഓടിച്ചിട്ട് വാലറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് പുള്ളി മീറ്റിങ്ങിന് കൂടിയത്. അപ്പോൾ പിന്നെ 2 മണിക്കൂർ സമാധാനമായിട്ട് ആരാഴ്ച ഏതായാലും വാലറ്റ് ഇല്ലാതെ അങ്ങോട്ട് ഓടിക്കണമല്ലോ. നമുക്ക് അത്രയും വിശ്വാസമില്ല. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങിച്ചൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം. എന്തോ വേണ്ട, ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോകുമ്പം സമ്പത്തും ധനവും മാനവും സപ്പോർട്ടും ഒന്നും കണ്ടെന്നുമല്ല കേരളം വിട്ട് കർണാടകയ്ക്ക് പോയത്. ഇന്നാണെങ്കിൽ എത്രയും സ്പോൺസേഴ്സ് ഉണ്ടോ, എത്രയും സപ്പോർട്ടുണ്ടോ, ഇതൊക്കെ സെക്യൂർ ആയിട്ടേ ആൾക്കാർ ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. നമുക്കൊരു ധൈര്യമുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂജേഴ്സി വരെ അല്ലെങ്കിൽ വാലറ്റ് കൈ വെക്കാതെ പോകാൻ ധൈര്യം? ലൈസൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ധൈര്യമില്ലല്ലോ പോകാൻ. ഏറ്റവും നല്ല ഡോക്ടറും ഏറ്റവും നല്ല ഫെസിലിറ്റിയും മെഡിക്കലും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് പേടിയാണല്ലോ. പക്ഷേ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. When I am leading you, a group of people through the wilderness, you should know I am the God who was holding your right hand. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അതാണ്. That is the action of faith. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാ. We walk not by sight but by faith. കാഴ്ചയാലല്ല നമ്മൾ നടക്കേണ്ടത്, പിന്നെ എങ്ങനെയാ? വിശ്വാസത്താൽ. ഹല്ലേലൂയ. ദൈവമക്കളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നടക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നടക്കത്തില്ല ദൈവമക്കളെ. വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കണം. പക്ഷേ നമ്മുടെ വിശ്വാസം കാഴ്ചയായി മാറും. ഒരു 10 വർഷം 20 വർഷം മുമ്പ് കർത്താവിനെ കണ്ടുമുട്ടി, 5 വർഷം മുമ്പ് കണ്ടുമുട്ടി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, അതെനിക്ക് അവൻ നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തോടെ വേണം യാത്ര ചെയ്യുവാൻ. കണ്ടിട്ടല്ല ദൈവമക്കളെ. എല്ലാം കണ്ടിട്ടും എല്ലാം കേട്ടിട്ടും എല്ലാം അറിഞ്ഞിട്ടുമാണെങ്കിൽ നമുക്കെങ്ങും എത്താൻ പറ്റത്തില്ല. അതാ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്? വിശ്വാസത്തിൻ്റെ അർത്ഥം എന്താണ്? വചനം പഠിക്കാമല്ലോ. ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എബ്രായർ 11:1 കാണാതെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അതുകൂടെ പറയാൻ തൻ്റെ ഇടത്തോടെ വേണം പറയാൻ. വിശ്വാസം എന്നതോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താ ആശിക്കുന്നത്? രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് രാത്രി മരിച്ചാലും കുഴപ്പമൊന്നും ഇല്ല. മരണഭയം അങ്ങ് മാറിയല്ലോ. സ്തോത്രം. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, മരിക്കാൻ പേടിയാണ് താനും. അല്ലല്ലേ? അപ്പം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താ ആശിക്കുന്നതെന്ന് അറിയണം. അല്ല, ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ ഈ അൺസ്പോക്കൺ പ്രെയർ റിക്വസ്റ്റ് ഒന്നും എടുക്കാറില്ല. എൻ്റെ തല പോകാനാണെങ്കിൽ ആർക്കറിയാം? ഞാൻ വന്ന കാലഘട്ടത്തിലേക്ക് ആൾക്കാർ പറയും ഞങ്ങൾക്കൊരു അൺസ്പോക്കൺ പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, സഭയായി പ്രാർത്ഥിക്കണമെന്ന്. അൺസ്പോക്കൺ ആണെങ്കിൽ മനസ്സിൽ വെച്ചോ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. സ്പോക്കൺ ആണെങ്കിൽ മാത്രം പബ്ലിക്ക് പറഞ്ഞാൽ മതി. സഭയോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വെന്യൂ ഉണ്ടല്ലോ. അകത്തെ മുറി ക്ലോസറ്റിനകത്ത് പോയിട്ട് മുഴങ്കാൽ മടക്കി നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്പോക്കൺ ആണെങ്കിൽ ദൈവസഭയെ അറിയിച്ച് ദൈവദാസന്മാരെ അറിയിച്ച് പരസ്യമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ ഉണ്ട്, പിണക്കൊന്നുമില്ലല്ലോ, സന്തോഷമാണല്ലോ. അപ്പോൾ ഇവിടെ പറയാണ്, എന്ത് നിങ്ങൾ ആശിക്കുന്നോ, ആശയം എന്താണെന്നറിയണം. വിശ്വാസം എന്നാൽ വഴിയെ പോകുന്നതെല്ലാം ആശിക്കുന്നതല്ല. അടുത്തിരിക്കുന്നവൻ്റെ പറമ്പിലെ ഹല്ലേലൂയ കാര്യം എൻ്റെ വീട്ടിൽ വരുന്നതോ, അടുത്ത കുടുംബത്തിൽ നാശം വരുന്നതോ, മക്കൾ ഹല്ലേലൂയ നല്ല നിലയിൽ എത്തുന്നൊന്നുമല്ല നമ്മുടെ ആശ. എൻ്റെ ആശ ഈ മണ്ണുമായി ബന്ധപ്പെട്ടതല്ല. എൻ്റെ ആശ ഉയരവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ആ ചിന്തയാണ്, ആ ആശ നടക്കും. ഈ മണ്ണിൽ ഏത് ക്ലേശം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, അല്ല മരണത്തിൽ കൂടെ കടന്നുപോയാലും എൻ്റെ ആശ ഈ മണ്ണിലല്ല, ക്രിസ്തുവിനോടുകൂടെ ഞാൻ വാഴുമെന്നുള്ള ആ ഉറപ്പ വിശ്വാസം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ, കണ്ട കാര്യങ്ങളുടെ അല്ല, കാണാൻ പോകുന്നതിൻ്റെ അല്ല. ഇന്ന് വരെ കാണാത്തത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ആരെങ്കിലുമൊക്കെ കണ്ടതാണ്. ഈ ദൈവമക്കളെ, ഈ വിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ
എന്നോട് തെറ്റിദ്ധരിക്കരുത്. കാരണം എനിക്കിങ്ങനെ ഈ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല ബൈബിൾ മടക്കി വെച്ചിട്ട് പറഞ്ഞാലോ എന്നൊരു സംശയം. അപ്പം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ടൂത്ത് ബ്രഷാണ്. ഹൗ മെനി ഓഫ് യു ആർ യൂസിങ് ടൂത്ത് ബ്രഷ്? എല്ലാവരും ടൂത്ത് ബ്രഷ് ഉപയോഗിക്കും. ചിൽഡ്രൻ ആർ സോ ഹാപ്പി, നോ? ഡു യു ഹാവ് എ ടൂത്ത് ബ്രഷ് ഫോർ യുവർ സെൽഫ്? Everybody else? So I'm going to give an explanation for what is faith, okay? So faith is like a toothbrush. Everyone should have one and you should use it regularly but never use somebody's. അതാ വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടായിരിക്കണം, എന്നും ഉപയോഗിക്കണം. പക്ഷെ നാട്ടുകാരൻ്റെ അടുത്ത് പല്ല് തേക്കല് അവൻ്റെ വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. God has given us a measure of faith എന്നാ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പങ്കിട്ട് തന്നിട്ടുണ്ട്. എനിക്കുള്ള വിശ്വാസമല്ല ദൈവമക്കളെ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗോഡ് ഹാസ് ഗിവൺ ഈച്ച് ആൻഡ് എവരി വൺ എ മെഷർ ഓഫ് ഫെയ്ത്ത്. യു നീഡ് ടു മേക്ക് ഇറ്റ് ഗ്രോ. ആ വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. അതിങ്ങനെ ബ്രഷ് ചെയ്യുന്ന കണക്ക് എവരി ഡേ യു നീഡ് ടു ബ്രഷ് ഇറ്റ്, എവരി ഡേ യു ടു പോളിഷ് ഇറ്റ്, എവരി ഡേ ടു എക്സസൈസ് ഇറ്റ്, എവരി ഡേ യു നീഡ് ടു ബിലീവ് ഇറ്റ്, എവരി ഡേ യു ടു റൂട്ടഡ് ഇറ്റ്. ദാറ്റ്സ് ദ വേ യു ആർ ഗ്രോയിങ് ഇൻ യുവർ ഫെയ്ത്ത്. ഒരാൾ സാക്ഷ്യം പറഞ്ഞ ഉടനെ അതുപോലെ എനിക്ക് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും സ്വപ്നമൊന്നും കാണരുത്. ഒരാൾക്ക് ദൈവം തരുന്ന വിടുതൽ അത് അവർക്ക് മാത്രമുള്ള വിടുതൽ, അത് നിങ്ങൾക്ക് കിട്ടണമെന്ന്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യേശുവിൻ്റെ കാലത്ത് യേശു ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും 39 അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമേ ബൈബിളിലുള്ളൂ. അതെല്ലാം യൂണീക്കാണ്. ഒരു കുരുടനെ സൗഖ്യമാക്കിയതുപോലല്ല അടുത്ത കുരുടനെ ഒരുത്തൻ്റെ കണ്ണി തുപ്പുന്നു, ഒരുത്തൻ്റെ കണ്ണി ചേർന്ന് വെക്കുന്നു, ഒരുത്തനോട് കാഴ്ച പ്രാപിക്കാമെന്ന് പറയുന്നു. ഇതൊക്കെ എന്തിനാണ് യേശു അങ്ങനെ പഠിപ്പിച്ചത്? യുവർ ഹീലിംഗ്, യുവർ മിറക്കിൾ വിൽ ബി യൂണീക്ക്. ഓരോരുത്തരുടെ സൗഖ്യം, ഓരോരുത്തരുടെ വിടുതലും മറ്റൊരാൾക്ക് ചെയ്യുന്നത് പോലല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കണം, ചാക്കോച്ചാനും മറിയാമയ്ക്കും കിട്ടിയ വിടുതലല്ല എൻ്റെ വിടുതൽ. എനിക്ക് വേണ്ടി ഈ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത മൈ മിറക്കിൾസ് ആൻഡ് ഓൾ ദ എക്സ്പീരിയൻസ് വിൽ നോട്ട് ഹാവ് എനി റെഫറൻസ്. വേറെ എങ്ങും രേഖപ്പെടുത്താത്ത, ആരും അറിയാത്ത ഒരു വിടുതലാ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാട് ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ദൈവമായിട്ട് പേഴ്സണൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒത്തിരി ടെസ്റ്റ് മണി അനുഭവങ്ങളൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആക്കാത്ത ആൾക്കാർ. നല്ലതാണ്, അവരവർക്കുള്ള അനുഭവം നല്ലതാണ്. പക്ഷേ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും, ബട്ട് നെവർ ഗോ ആഫ്റ്റർ ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം ഒരുക്കിയ വഴികളുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ വിശ്വാസത്തിന്, അപ്പോൾ അതാണ് ആ മെഷർ ഓഫ് ഫെയ്ത്തിനാണ് യേശു പറഞ്ഞത്. നിങ്ങളിൽ ഒരാൾക്ക് ഫെയ്ത്ത് ഉണ്ട്. എങ്ങനെയാണ്? ഏത് സൈസ് ഓഫ് ഫെയ്ത്ത്? യേശു പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് എങ്ങനെയായിരുന്നു മക്കളെ? വാട്ട് ഈസ് ദ എക്സാമ്പിൾ ജീസസ് യൂസ് ടു? ഇഫ് യു ഹാവ് എ ഫെയ്ത്ത് ലൈക്ക് എ മസ്റ്റാർഡ് സീഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ഈ കടുകുമണിയുടെ വിശ്വാസം? ഈ പുൽപ്പിറ്റിൽ നിന്ന് കേട്ടതാണല്ലോ നമ്മുടെ വ്യാഖ്യാനം. എന്താണ് കടുകുമണിയുടെ വിശ്വാസം? പറഞ്ഞാട്ടെ, ഇനി നിങ്ങൾ പേടിച്ചു. ഞാൻ ചുമ്മാ ചോദിക്കുന്നുള്ളൂ, ഫ്രണ്ടായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ചെറിയ വിശ്വാസം. പിന്നെ ഇന്നമനെ കേട്ടില്ല. സ്പേസ് ഇല്ലാത്ത നിറഞ്ഞ വിശ്വാസം അല്ലേ? ഓക്കെ, അത് ഇരുമ്പ് കട്ട എടുത്താൽ അതിനകത്ത് സ്പേസ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായത്, യുവർ പ്രോബ്ലം ലുക്സ് ലൈക്ക് എ ബിഗ് മൗണ്ടൻ ബട്ട് യു ഹാവ് എ ഫെയ്ത്ത് ലൈക്ക് ദ സൈസ് ഓഫ് എ മസ്റ്റാർഡ് സീഡ്. But what you need to do every day, you need to practice it, put it into faith. That explained clearly in Luke chapter 17 verse 5 onwards. The disciples came and asked Jesus, increase our faith. ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? ആരാ ഒന്ന് പറയുന്നത്? ശിഷ്യന്മാർ. ആകെ 2 കാര്യങ്ങളെ ഭൂമി വെച്ച് അവർ യേശുവിനോട് ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കണം. 2, യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ എന്ത് ചെയ്യണം? അല്ലാതെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നോ ഭൂതത്തെ പുറത്താക്കണമെന്നും ഞങ്ങളെ പറഞ്ഞിട്ടേയില്ല. അങ്ങനെ നോക്കല്ലേ. അപ്പം എന്താ കാരണം? ലൂക്കോസ് 17-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് വായിക്കുമ്പോൾ പത്രോസിനൊരു സംശയം. സഹോദരൻ പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? അപ്പം 1 വട്ടം മതിയോ 7 വട്ടം വേണം? യേശു പറഞ്ഞു, ഇതൊന്നും അല്ല, 1, 7 ഒന്നല്ല, പിന്നെ 7, 70 വട്ടം. കണക്കിലൊന്നും പോകണ്ട. ഈ പറയുന്ന സമയത്ത് ഇവന്മാർക്ക് ഭൂതത്തിന്മേൽ അധികാരമുണ്ട്. ഇവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. യേശു 10-ാം അധ്യായത്തിൽ അധികാരം കൊടുത്ത, നിങ്ങൾ ആ പട്ടണത്തിലേക്ക് ചെല്ല്, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതത്തെ പുറത്താക്ക്. തിരിച്ചു വന്നിട്ട് അവർ ഡാൻസ് ചെയ്ത് പറയുന്നുണ്ടല്ലോ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾ ഞങ്ങൾക്ക് സൗഖ്യമാകുന്നു. അപ്പോൾ ദേ വർ എക്സസൈസിങ് അല്ലെങ്കിൽ മിറക്കിൾസ് ആൻഡ് ഹീലിംഗ് ആൻഡ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. പിന്നെ എന്ത് തൻ്റെ ഇടത്തോടെ യേശുവോട് പറഞ്ഞേ, ഇവർ പരസ്യയോഗം നടത്തിയപ്പോൾ വേറൊരുത്തം മാറി കൈയും കെട്ടി നിന്ന് അപ്പുറത്ത് വേറെ പരസ്യയോഗം നടത്തുന്നു. ഇതെല്ലാം പ്രസംഗ ഭാഷയാട്ടോ, തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, കർത്താവേ, ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഞാൻ അവന്മാരുടെ മണ്ടയ്ക്ക്. ഈ ശിഷ്യന്മാർ യേശുവിനോടൊക്കെ ഇത് ചോദിക്കണമെങ്കിൽ എന്തൊരു ധൈര്യം ഇത് അല്ലേ? ഞാനല്ലേ ഈ സ്തോത്രമല്ലേ ഈ കൊച്ചുമോൾ ഓടി വന്നിട്ട് ഗോഡ്സം പാസ്റ്റോട് പറയും, ഞാൻ ഇന്ന് ആശീർവാദം പറഞ്ഞോട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും?
കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാവരും കൊള്ളാലോടി ഇവിടെ ആള് എന്ന് പറഞ്ഞ കണക്കല്ലേ യേശുവിൻ്റെ അടുക്ക വന്നിട്ടാണ് ഇവന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് ഏലിയാവ് തീയിറക്കിയതുപോലെ ഇവരുടെ മേളിൽ തീയിറക്കട്ടെ എന്ന്. അതിൻ്റെ അർത്ഥം അവർക്ക് അത്ര ധൈര്യമായിരുന്നു, ഞങ്ങൾ പറഞ്ഞാൽ എന്ത് ഇറങ്ങും, തീ ഇറങ്ങും. ആ പുള്ളികളാണ് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് വർദ്ധിപ്പിക്കണം. അപ്പം വിശ്വാസം രോഗശാന്തിയും ഭൂതശാന്തിയും മിറക്കിൾ വർക്കുമായിട്ട് റിലേറ്റഡ് അല്ലല്ലോ. അവിടെ സഹോദരനോട് ക്ഷമിക്കാൻ കഴിവില്ല, അതിനാ വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഭൂതത്തെ ശാസിക്കാൻ, രോഗിയെ ശാസിക്കാൻ, അന്യഭാഷ പറയാം, അല്ലെങ്കിൽ ചറ പറയാന്നാൽ മണിക്കൂറോളം പറയാം. പക്ഷേ അടുത്തിരിക്കുന്ന സഹോദരിക്കൊന്ന് കൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് യോഹന്നാൻ 17:5, ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്. We have miracle working power. We have gift of the Holy Spirit. We can speak in tongues. We can jump and dance and hope in the house of the Lord. We can go on worship till 10 o'clock this evening. But we are absolutely failure in forgiving and forgetting others. Increase our faith. നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബലഹീനതകളിൽ ഹല്ലേലൂയ നിങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു അതിനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾക്ക് മസ്റ്റാർഡ് സീഡിൻ്റെ ഫെയ്ത്തേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ പ്രോബ്ലത്തിന് എന്താ സൈസാ? മൗണ്ടൻ സൈസ്. ഇഫ് യുവർ പ്രോബ്ലം ലുക്സ് ലൈക്ക് എ ബിഗ് മൗണ്ടൻ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ കാട്ടത്തി അപ്രൂട്ടാകാൻ പറഞ്ഞാൽ സംഭവിക്കും. അപ്പോൾ യേശു പറഞ്ഞത് ഒരു പ്രാക്ടിക്കലായിട്ട് 17-ാം അധ്യായത്തിൻ്റെ 6 മുതൽ പറഞ്ഞു പോവുകയാണ് ലൂക്കോസ്. അത് വളരെ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ല. എങ്ങനെയാണ് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ സിമ്പിൾ പ്രിൻസിപ്പിൾ യേശു അവിടെ പറഞ്ഞിട്ടുണ്ട്. എവറി സിംഗിൾ ബിലീവർ ഓഫ് ദിസ് ചർച്ച് ക്യാൻ പ്രാക്ടീസ് ഇൻ യുവർ ലൈഫ് ഹൗ ടു ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. നിങ്ങളിൽ ഒരാൾക്ക് ഒരു യജമാനന് ഒരു ദാസനുണ്ടെന്ന് ഇരിക്കട്ടെ. ദാസൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വയലിൽ ജോലി ചെയ്യുകയാണ്. 6 to 6 12 hours ഷിഫ്റ്റാണ് പുള്ളിയുടെ ജോലി. വേർത്ത് കുളിച്ച് കയറി വരുമ്പോൾ അവൻ ഓടി വന്നിട്ട് അത്താഴത്തിലൊന്നും ഇരിക്കത്തില്ല. അപ്പോഴും അവൻ മാസ്റ്ററായ യജമാനനോട് ചോദിക്കും, യജമാനനെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ യജമാനനുള്ള ഡിന്നറും സെറ്റൊക്കെ ചെയ്ത് യജമാനനും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവന് എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ, വിശ്രമിക്കത്തുള്ളൂ. സത്യത്തിൽ ഹി ഡിസേർവ് ദാറ്റ്. All day he was working hard in the field. He could have gone and take rest. അല്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മളും പറയത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഇപ്പോഴാണ് എന്നോട് ഇതും കൂടെ പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെ ചെയ്തും കഴിഞ്ഞിട്ട് കഴിച്ചോന്നോ ഉറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. പോകുന്ന പോക്കിൽ ഒരു കാര്യം അവൻ പറഞ്ഞു, ഐ ആം ആൻ അൺപ്രോഫിറ്റബിൾ സർവൻറ്റ്, ഐ ഡിഡ് വാട്ട് ഐ ഓട്ട് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാനൊരു അപ്രയോജന. ഈ ആറ്റിറ്റ്യൂഡാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞെന്ന് പറയാതെ എനിക്കിനി എന്തെല്ലാം ചെയ്യാൻ പറ്റും ദൈവത്തിന് വേണ്ടി എന്നുള്ള അകത്ത വാഞ്ചയാണ്. As we just sang the very first song, ask the deer pants for the water, so my soul thirsts for the Lord. കർത്താവേ, ഒരു മാൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കുവാൻ ആർത്തിയോട് ഓടുന്ന പോലെ ഇനിയും എന്ത് പ്രാപിക്കാൻ പറ്റും, ഇനി എന്ത് നേടാൻ പറ്റും, ഇനി എത്ര പാടാൻ പറ്റും, എങ്ങനെ ആരാധിക്കാൻ പറ്റും, എങ്ങനെ സ്തുതിക്കാൻ പറ്റും, എങ്ങനെ ദൈവമഹത്വം വിളിച്ചിറക്കാം, എങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കാം. ഒരു ആർത്തിയുള്ള ആത്മീയ ജീവിതത്തിനായി എത്ര പേർ ഇന്ന് രാത്രി കൊതിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആർത്തിയുള്ള, നെവർ എവർ ബി കോംപ്ലസന്റ് ഇൻ യുവർ സ്പിരിച്വൽ ജേർണി. ആത്മീയത്തിൽ സ്വയം തൃപ്തി അടയരുത്. അല്ലെങ്കിൽ നാം ലവോദിക്ക ചർച്ചയാണ്, ലൂക്കുവാം ചർച്ച എന്നാണ് പറയുന്നത്. അവർ പറയുന്നു, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും ഒരു കുറവുമില്ല. ദൈവം ദൂത് വെച്ചു, തലയൊക്കെ വെച്ച് ഒറ്റ ദൂതാണ് പറഞ്ഞത്. അല്ലല്ലേ? നമ്മുടെ പ്രവാചകന്മാർ പറഞ്ഞല്ല, നീ അരിഷ്ടനും നഗ്നനും കുരുടനുമാണ്. കാരണമല്ല, യു ആർ എ ലൂക്കുവാം. പ്രൈസ് കൊള്ളല്ലേ? സൺഡേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൺഡേ ഭയങ്കര വാമാണ്. എന്തോ വാമാന്നറിയാമോ? അവിടെ അല്ലയ്യ, നിന്നെ കൊല്ലും ഞാനും ചാവും തകർത്ത് അടിച്ച് ഹല്ലേലൂയ. ഇനി പുതിയ ചർച്ച് വാങ്ങണമെന്നാണ് എല്ലാവരും ഓർക്കും. അത്രയ്ക്ക് ഇടിയാണ്, കയ്യടിയും പാട്ടും. മൺഡേ തൊട്ട് സാറ്റർഡേ വരെ അവിടെയുണ്ട് ഇവിടെയുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ട്രാൻസ്പെറൻറ്റ് ക്രിസ്ത്യൻ ലൈഫാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ഹല്ലേലൂയ. The same Christianity you are demonstrating on Sunday service, you need to display Monday through Saturday in your schools, colleges and workplace. അതിനെയാണ് പ്യുവർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മടങ്ങി വരാം. അപ്പം വിശ്വാസത്തിൻ്റെ ആ മസ്റ്റാർഡ് സീഡ് ഫെയ്ത്ത് എന്ത് ചെയ്യണം? വിശ്വാസം കേൾവിയാൽ വിശ്വാസം ദൈവവചനത്താൽ വരുന്നു. എന്നും ദൈവവചനം കേട്ട് ദൈവവചനത്തിൽ ഉറച്ച് വിശ്വാസം വർദ്ധിക്കണം. ലെറ്റ് ദ മസ്റ്റാർഡ് സീഡ്. നിങ്ങൾ കണ്ടോ, ഒരു മസ്റ്റാർഡ് സീഡ് കൊണ്ടുവന്ന് എവിടെ ഇടണം? മണ്ണിയിട്ട് നോക്ക്, അതങ്ങ് വളർന്നു വരത്തില്ലേ? സെയിം വേ you need to rooted or grounded this faith in the word of God, and the faith will grow to the size of the mountain. Once you grow to the size of the mountain, your problem will look like size of a mustard seed.
Can you understand the practical way of handling your issues? നിങ്ങളുടെ പ്രതിസന്ധികൾ ഇന്ന് ഒരു കടുകുമണിയോളമേ ഉള്ളെങ്കിലും വിശ്വാസത്തോടെ വചനത്തിൽ ഉറച്ചു വരുമ്പോൾ, ആത്മാവിൽ ഉറയ്ക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെക്കാൾ ഈ വിശ്വാസം വളരും. ഹല്ലേലൂയ. അന്ന് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞേക്കാം. പ്രൈസ് ഗോഡ്. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ. നാട്ടിൽ പണ്ട് തെങ്ങും മാവും നട്ടവരൊക്കെ എത്ര പേരുണ്ട്? ഈ ചോദിക്കുന്ന ചുമ്മാതെ കൈ പൊക്കാനൊക്കെ ചോദിക്കുന്നത് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഉറങ്ങുവാണല്ലോ എന്നറിയാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. ഉറക്കത്തിൽ ആരും കൈ പൊക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പം പണ്ടൊക്കെ തെങ്ങും മാവൊക്കെ നട്ടിട്ട് ഉടനെ അതിന് ചുറ്റും എന്ത് കെട്ടും? കുഞ്ഞാച്ചാൻ പറയുന്നത്, കുഞ്ഞാച്ചാനെങ്കിലും പറ, മുന്നിൽ കൊണ്ട് ഇരുത്തിക്കുമല്ലേ, പറഞ്ഞാട്ടെ. ഒരു വേലി കെട്ടും അല്ലേ? വളമിടുന്നതിനൊക്കെ മുമ്പ് എന്തിനാണ് വേലി കെട്ടുന്നത്? അച്ഛൻ്റെ പേര് പൊന്നച്ചാനെന്നല്ലയോ? അതെങ്കിലും ഞാൻ പഠിച്ചല്ലോ, പറഞ്ഞാട്ടെ. എന്തിനായി വേലി കെട്ടുന്നത്? അതാരാ പറഞ്ഞത്? കേട്ടില്ല. പശു തിന്നാതിരിക്കാൻ. അപ്പം ഈ വൃക്ഷത്തിൻ്റെ തൈക്ക് ആരെ പേടിയാ? ഉറക്കെ പറഞ്ഞാട്ട്. നിങ്ങളുടെ വാ കൊണ്ട് ഉറക്കെ പറ. ആടിനെയും പശുവിനെയൊക്കെ പേടിയാ. ഈ പുള്ളി വന്ന് എന്ത് തിന്നും? എൻ്റെ നാമ്പ് തിന്നു കളയും. ഒരു 10 വർഷം കഴിഞ്ഞ് അതിലേ പോയേ ഈ പശുവിനെ പിടിച്ച് ഈ മാവെ പിടിച്ച് കിട്ടിയേക്കുന്ന കാണാം. ഹല്ലേലൂയ. 10 വർഷം മുമ്പ് ഈ പശു തിന്നുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിന്ന ഈ കൊച്ചു ചെടി, ഈ പ്ലാവ്, ഈ മാവ്, തെങ്ങ് വളർന്ന് ഇന്ന് അന്ന് ഭയപ്പെട്ടത് ഇതിനെ പിടിച്ചു കെട്ടിയിരിക്കുക. അങ്ങനെ വിശ്വാസത്തിൽ നിങ്ങൾ വളരേണ്ടത്. ഇന്നലെ ഭയപ്പെട്ട ഭയങ്ങൾ, ഇന്നലത്തെ ഭീതികൾ, ഇന്നലത്തെ നിരാശകൾ, ഇന്നലത്തെ മരണങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ കാൽ കീഴിലായതിൻ്റെ കാരണം നിങ്ങൾ വളർന്നെന്ന്. ലെറ്റ് മൈ ഫെയ്ത്ത് ഇൻക്രീസ് ടുനൈറ്റ്. ഇന്ന് രാത്രികാലം അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോകാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച ഞങ്ങൾക്കുണ്ടാകട്ടെ. ഫ്രം ദ യങ് ഏജ് ടു ദ ഓൾഡർ വൺ ടുനൈറ്റ് ഡിക്ലെയർ ലെറ്റ് അവർ ഫെയ്ത്ത് ഇൻക്രീസ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നാൾക്ക് നാൾ വർദ്ധിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ നോർത്ത് ഇന്ത്യയിലൊക്കെ മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസന്മാർ ഇട്ടിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഹല്ലേലൂയ ഞാനും പോകാറുണ്ട്. നമ്മൾ ചുമ്മാ അവിടെ വന്നുകൊണ്ട് ഹല്ലേലൂയ. തങ്കച്ചാനൊക്കെ എത്രയോ വർഷം നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ദൈവദാസന്മാർ അച്ചാനൊക്കെ ചെയ്യുന്നവരാ. അവിടെ ചെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഭൂതശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ട. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ, ഇവരെല്ലാം പോകുന്നവരല്ലേ, ഇളകി പൊക്കോളും. കാരണം എന്താ? പ്രൈസ് ഗോഡ്. ഭൂതം ഇളകി പൊക്കോളും. നമ്മളിതിനെ ഒന്നും ചെയ്യണ്ട. ഇവിടെ കിടന്ന് തലയിട്ട് വലിച്ചു പറിച്ച് മുടിയൊക്കെ പിടിച്ച് കെട്ടി വിട്ടുപോ. ഇതിന് പേരും അഡ്രസ്സൊക്കെ ചോദിക്കും ആൾക്കാർ. എന്തോ തന്നെ കല്യാണം അലയ്ക്കുന്നുണ്ടോ? ഭൂതത്തിൻ്റെ പേരും എത്രണ്ണം ഉണ്ട്, എവിടുന്ന് വന്നു? ആർക്ക് ഇതൊക്കെ അറിയേണ്ടത്? യേശുവിൻ്റെ കാലത്ത് ഒന്നിനെ മിണ്ടാൻ പോലും സമ്മതിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ് അല്ലേ? അപ്പോൾ ശാസിച്ച ഉടനെ ഇതൊക്കെ എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് പൊക്കോളും, അഡ്രസ്സ് ഇല്ലാതെ പൊക്കോളും. കാരണം യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് അശുദ്ധ ശക്തികൾക്ക് ഇതെങ്ങനെയാ? ഹലോ, സുവിശേഷം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തവരവർ. നിങ്ങൾ ഈ രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് രോഗശാന്തി വരപ്രാപ്തന്മാരുടെ പുറകെ ഒന്നും നടക്കണ്ട. ടി വിയിൽ അങ്ങോട്ട് ചെക്കും ഡോളറും ഒന്നും അയച്ചു കൊടുക്കണ്ടെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈ വെച്ച് 10 പ്രാവശ്യം പ്രാർത്ഥിക്ക്. നിങ്ങളറിയാതെ വേദന പോകും. ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച് രോഗം മാറിയ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാട്ടെ. ഇത്രയും രോഗശാന്തി വരപ്രാപ്തന്മാരുണ്ടെന്ന്. ഒരു രോഗം മാറിയാലും 100 രോഗം മാറിയാലും നിങ്ങളുടെ മാറിയാലും നാട്ടുകാരൻ്റെ മാറിയാലും ഇതിൻ്റെ പേര് രോഗശാന്തി വരമെന്ന്. ഇനി ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്. അടുത്തിരിക്കുന്ന ആൾ ഒരാൾ വന്ന് രോഗം അന്ന് പറഞ്ഞ ഉടനെ അല്ലെങ്കിൽ തലേ കൈവച്ച് അങ്ങ് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. തമ്പുരാൻ മാറ്റിക്കോളുമെന്ന്. നിങ്ങളതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. കാരണം യു ആർ ജസ്റ്റ് എ ടൂള്. പ്രൈസ് ഗോഡ് അല്ലേ? ഒരു സ്ക്രൂ അഴിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ സാക്ഷ്യം പറയുകയാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഞാനിത് അഴിച്ചതെന്ന് പറയല്ല, ഇത് പ്രയോഗിച്ച ഒരുത്തനുണ്ട്. നിങ്ങൾ വെറുമല്ല മൗത്ത് പീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു കഴുത മതി, ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു കാക്ക മതി, ദൈവത്തിന് ഉപയോഗിക്കാൻ കാട്ടത്തിപ്പഴം പറക്കുന്നവനെ മതി, ദൈവത്തിന് ഉപയോഗിക്കാൻ ഏത് ഏത് മണ്ടനെയും ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ഐ വാണ്ട് ടു ബി എ മൗത്ത് പീസ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ഇന്ന് രാത്രി. അല്ല, വിശ്വാസം മലയോളം വളരട്ടെ, മരത്തോളം വളരട്ടെ. പ്രതിസന്ധികൾ കുറഞ്ഞു വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതിൻ്റെ പേര് വി വോക്ക് നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം ആക്ഷൻ ആയിരുന്നു. ഹി വാസ് റെഡി ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് വാട്ട് ഹി ബിലീവ്ഡ്. വൺസ് ഹി ഹാഡ് സീൻ ദ ഗ്ലിംസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, he forgot everything and ready to get out and move forward. വിശ്വാസത്തിൻ്റെ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. 2 ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ഡെയിലി ലൈഫിലുണ്ടായിരിക്കണം. എബ്രായർ 11 അടുത്ത വാക്യം 9 വാക്യമായിരിക്കും. 1 ആക്ഷൻ ഓഫ് ഫെയ്ത്ത് ആണ്, 2 ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ മനോഭാവം.
എബ്രായർ 11:9 ആരെങ്കിലും വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അവിടെ നിൽക്കട്ടെ, 10-ാം വാക്യം തുടങ്ങുന്നതിന് മുമ്പ്. പ്രൈസ് ഗോഡ്. ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്. അബ്രഹാമിന് ഇത് വാഗ്ദത്തമായി കിട്ടിയതാണ്. അവകാശം കിട്ടി, പേരിൽ തീരെഴുതി കിട്ടി, ആധാരം എഴുതി കിട്ടിയിട്ടും അവിടെ നിന്നുകൊണ്ട് എന്നും പറയും ഞാൻ ആരാണെന്ന്. അതവിടെ എഴുതിയിരുന്നത്. വാഗ്ദത്ത ദേശത്ത് എങ്ങനെ പാർത്തു? ആസ് എ സ്ട്രേഞ്ചർ ആൻഡ് ഏലിയൻ ഇൻ ദറ്റ് ലാൻഡ്. ഇതാ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നല്ല വീട്, നല്ല വാഹനം, നല്ല സമ്പത്ത്, നല്ല ജോലിയൊക്കെ വേണം, പക്ഷേ ഇത് തലയ്ക്ക് പിടിക്കരുത്. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് പറയണം ഐ എം എ സ്ട്രേഞ്ചർ ആൻഡ് ഏലിയൻ. അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ദൈവം തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എൻ്റെ തലയിൽ പിടിക്കത്തില്ല, ഇത് മണ്ണിലേ ആകാവൂ. യു ക്യാൻ ഹാവ് ഇറ്റ് ബട്ട് നെവർ ഹോൾഡ് ഓൺ ടു ദാറ്റ്. എല്ലാം ആകാം, പക്ഷെ ഒന്നിനെയും കയറി മുറുകെ പിടിച്ചേക്കരുത്. വീട്, സ്വത്ത്, ഭാര്യ, മക്കൾ, കുടുംബം ഒന്നും തലയ്ക്ക് പിടിക്കരുത്. ഇതൊക്കെ ഈ മണ്ണിൽ ദൈവം തന്ന സൗഭാഗ്യങ്ങൾ. സ്തോത്രം, അനുഭവിച്ചോ, നന്ദി പറഞ്ഞോ, പക്ഷേ ഇത് തലയിൽ പിടിക്കരുത്. ഇവിടെ പാടേണ്ട പാട്ട്, ഇവിടെ ഞാൻ വെറും ഒരു പരദേശിയാണ്, ഒരു കടന്നുപോക്കുകാരൻ. എബ്രായൻ എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ കടന്നു പോകുന്നവനാണ്, യാത്ര ചെയ്യേണ്ടവനാണ്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ അല്ലെ അബ്രഹാമിൻ്റെ വീട് ഒരു ചെറ്റക്കൂടെന്ന് ഞാൻ പറയത്തില്ല. അല്ലേ, എത്രയോ ധനാട്യനായ അബ്രഹാമായിരുന്നു. പൊന്നും വെള്ളിയും ചെമ്പും കൊണ്ട് സമ്പന്നനായിരുന്നു. ദാസിദാസന്മാർ, ആടുമാടുകളുണ്ടായിരുന്നു. പ്രഭുവായിട്ട് ദേശത്ത് അറിയപ്പെട്ടത്. ഹി വാസ് എ റിച്ച് മാൻ. പക്ഷേ തൻ്റെ കൂടാരമെന്നുള്ള ഭാഗം വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഇളകാവുന്ന കുറ്റിയായിരുന്നു അബ്രഹാമിൻ്റെ വീടിൻ്റേത്. ഹല്ലേലൂയ. ആഴത്തിൽ വേരുറങ്ങുന്നതൊന്നും മനസ്സിനകത്ത് കയറി പിടിക്കരുത്. വിശ്വാസത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119:54 പറയുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അപ്പം നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഐ എം എ സ്ട്രേഞ്ചർ ആൻഡ് ഏലിയൻ. യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഏലിയൻ? നോ ചിൽഡ്രൻ, യു ഓൾ പ്ലേ ഗെയിംസ്, നോ? വാട്ട് ഈസ് ഏലിയൻസ്? അന്യഗ്രഹ ജീവി എന്നതിൻ്റെ അർത്ഥം ഏലിയൻസ്. അപ്പം നമ്മൾ ഓർത്താൽ മതി, നമ്മൾ ആരാണ്? വേറെ ഏതോ നാട്ടിലെ നാട്ടുകാരാണ്, അന്യഗ്രഹ ജീവികളാണ്, പരദേശികളാണ്, ഇവിടെ കടന്നുപോക്കുകാരാണ്. ഇതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. ഇനി ആരോടാ? 120 വയസ്സ്, ഏകദേശം 175 വയസ്സുണ്ടായിരുന്നു ആര് മരിക്കുമ്പോൾ? അബ്രഹാം മരിക്കുമ്പോൾ. ഇസഹാക്കിന് അപ്പോൾ എത്ര വയസ്സുണ്ട്? നിങ്ങൾ കണക്ക് കൂട്ടിയാണ്, അത്യാവശ്യം കണക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എത്രാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സുണ്ട്? 75. ഇടയ്ക്ക് കണക്കൂടെ പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ യാക്കോബിന് എത്ര വയസ്സുണ്ട്? അതും പോയി, 15 വയസ്സ്. 60ാമത്തെ വയസ്സിലാണ് യാക്കോബ് യേശാവും ജനിക്കുന്നത്. അപ്പം ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഇനി ഞാൻ പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം. 175 വയസ്സുള്ള വല്യപ്പച്ചനും 75 വയസ്സുള്ള അപ്പച്ചനും 15 വയസ്സുള്ള ടീനേജറും ഒരു കൂടാരത്തിൽ പാർക്കുന്നു. 3 പേരുടെ സ്വപ്നം സ്വർഗത്തിൽ പോകണം. ഹല്ലേലൂയ. ഇത് ഭാര്യയ്ക്ക് അവിടെ പോകണം, ഭർത്താവിന് ഇവിടെ പോകണം, മക്കൾക്ക് അവിടെ പോകണം. ഒറ്റ ദർശനേ പാടുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓൾഡർ ജനറേഷനും യങ്ങർ ജനറേഷനും, ഡസൻറ്റ് മാറ്റർ ദ ലാംഗ്വേജ് ഓർ ദ ഫ്ലുവൻസി ഓർ ദ ആക്സെൻറ്റ് ഓർ ഡോണ്ട് വറി അബൌട്ട് ഓൾ ദീസ് തിങ്സ്. വി ഹാവ് ഓൺലി വൺ ഗോൾ ആൻഡ് വൺ എയിം. വൺ ഡേ വി ഹാവ് ടു ലീവ് ദിസ് വേൾഡ്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം, ഹല്ലേലൂയ, ആ മുകളിലോട്ട് അപ്പച്ചനും മക്കളും എല്ലാം കൂടെ നോക്കിയേ. അതാ അവരുടെ ആറ്റിറ്റ്യൂഡ്. വി ആർ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് ലാൻഡ്. എൻ്റെ 10ാം വാക്യത്തിൽ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഔന്നത്യം കാണാൻ പറ്റും. ദ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്, ഹി സ്റ്റെപ്പ് ഔട്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്, ഹി വാസ് പ്രാക്ടീസിങ് ദ ഡേ ബൈ ഡേ ആൻഡ് ഫൈനലി ദാറ്റ്സ് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഔന്നത്യം. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ദേ വർ ഈഗർലി വെയിറ്റിംഗ് ഫോർ എ ലാൻഡ് വിച്ച് ഹാസ് ഫൗണ്ടേഷൻ. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങിയപ്പോൾ മണ്ണിൽ ഉയരുന്ന മണിമുകുടങ്ങളായ ഷീനാറിലെ ഗോപുരങ്ങൾക്കൊന്നും വിലയില്ല. കാരണം അതിന് അടിസ്ഥാനമില്ല. അടിസ്ഥാനമുള്ളൊരു നഗരം കണ്ടു. ഈ വിശ്വാസത്തോടെ വേണം മോശയെ നീ ഇറങ്ങി പുറപ്പെടാൻ. ഇസ്രായേൽ മക്കളുമായി നീ പുറപ്പെടുമ്പോൾ എവിടെ പാർക്കും, എവിടെ കിടക്കും, ആര് നടത്തും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നോർത്ത് ഭാരപ്പെടാതിരിക്കണമെങ്കിൽ യു ഷുഡ് നോ ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം. ഞാൻ വഴി നടത്തുന്ന ദൈവമാണെന്ന വെളിപ്പാടില്ലാതെ മോശയെ നീ ഒരു ചുവട് വെക്കരുത്. ഇന്ന് രാത്രി വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഭക്തന്മാരോട് പറയട്ടെ, എല്ലാം വിശ്വാസത്താലാണ് ദൈവമക്കൾക്ക് നടക്കുന്നത്. ഹല്ലേലൂയ. 2, നിങ്ങൾ അറിയണം, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്. കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുണ്ടായിരുന്നെങ്കിലും എനിക്കത് പറയാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. 2, ഐ എം ദ ഗോഡ് ഓഫ് ഐസക്.
ഗോഡ് ഓഫ് പ്രോമിസ്. ഞാൻ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. നിങ്ങൾക്കറിയാവുന്ന വളരെ ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് ജെനസിസ് ചാപ്റ്റർ 22 അല്ലേ? പിന്നെ ഇസഹാക്കും യാക്കോബും കൂടെ പിന്നെ മോറിയ മലയിൽ യു നോ ദ സ്റ്റോറി ദാറ്റ് Isaac was taken by his dad to go to the mountain Moriah to offer him as a living sacrifice. Okay, do you like that story? It's not our story, that's why we like it. Okay, നിങ്ങളുടെ മമ്മി നിങ്ങളുടെ ഡാഡിയെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിലോ നമ്മുടെ സ്റ്റോറി മാറിയാനല്ലേ, നമ്മളവരുടെ കഥ കഴിച്ചാൽ അല്ലേ? യു വിൽ ഫിനിഷ് ദെയർ സ്റ്റോറി. അത് വേറെ കാര്യം. ഇവിടുത്തെ എന്താ സ്റ്റോറി എന്നറിയാമോ? ഇവിടെ ഇസഹാക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ദൈവം വിളിക്കാം, അബ്രഹാമേ പ്രൈസ് ഗോഡ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, എന്തോ തിരക്കുള്ള വീട്ടിൽ അബ്രഹാം അല്ലേ? ഇവിടെ ഈ മൈക്രോഫോണൊക്കെ ഇത്രയും സൗണ്ടൊക്കെ വെക്കുന്നതിനിടയ്ക്ക് ഒരു ബഹളം ഒരു ആരെങ്കിലും സംസാരിച്ചാൽ കേൾക്കാൻ പറ്റുമോ? അതിൻ്റെ ഇടയ്ക്ക് അബ്രഹാമിൻ്റെ വീട് 1000 ആടുകൾ, 100 ഒട്ടകങ്ങൾ, എത്രയോ അല്ലെ ദാസന്മാർ, പിന്നെ 318 അഭ്യാസികൾ. എത്ര പേര് ജിമ്മിൽ പോയിട്ടുണ്ട്? ജിമ്മിലൊക്കെ പോയിട്ടുണ്ട് ആരെങ്കിലും? കണക്കെടൊന്നും വേണ്ട, തുറന്ന് പറഞ്ഞാൽ മതി. ജിമ്മിലൊക്കെ പോകത്തില്ല. അവിടെ എന്തോ പരിപാടി ജിമ്മിൽ? അവിടെ എല്ലാവരും സ്റ്റോറി ടെല്ലിംഗ് ആണോ? ജിമ്മിൽ എന്താ പരിപാടി? ഹൂ എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കി കസരത്ത് കാണിക്കത്തില്ല. അങ്ങനെ 318 അറവീട്ടുള്ളത്. ഒരു വലിയ ജിമ്മ് തന്നെ ഉണ്ട് അറവീട്ടി. അഭ്യാസികളെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ 2 ഏത്തക്ക മുട്ടയടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നവരാണോ? പിന്നെ എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ സൗണ്ട്, അവരുടെ അപ്പന്, അവരുടെ അമ്മ, ഇത്രയും ഒരു ചുരുക്കം പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല മുഴുവൻ ഉണ്ട് അറവീട്ടി, അബ്രഹാമിൻ്റെ വീട്ടിൽ. ഇതിനിടയ്ക്ക് ദൈവം വിളിച്ചപ്പോൾ അത് കേൾക്കാൻ അബ്രഹാമിന് ചെവി ഉണ്ടായിരുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ ആകെ 10 തൊട്ട് 12 വരെ സഭായത്തിനിടയ്ക്ക് പാസ്റ്റർ പറഞ്ഞ മെസ്സേജിൻ്റെ ഒരു പോർഷൻ പോലും പലപ്പോഴും കേൾക്കാറില്ലല്ലോ. ഞാൻ ഇന്നലെ രാവിലെ എന്താ പ്രസംഗിച്ച്? ഹല്ലേലൂയ. ഒരാട് പോലും ഇല്ലാഞ്ഞിട്ട് നമ്മൾ കേട്ടില്ലല്ലോ, ഒരു കോഴി പോലും ഇല്ലാഞ്ഞിട്ട് കേട്ടില്ലല്ലോ. യു ഷുഡ് ട്യൂൺ യുവർ ഇയേഴ്സ് ടു ഹിയർ ദ ഓഡിബിൾ വോയിസ് ഓഫ് ഗാഡ്. ദൈവശബ്ദത്തിന് ചെവി തുറന്നിരിക്കണം. അടിയനീതാ എന്നെ തിരക്കി എങ്ങും പോകണ്ട. ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ പാട്ടൂസം തപ്പുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചർച്ചില്ലാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞില്ല. ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിനകത്ത് എത്ര ബൈബിളായിരിക്കുന്നറിയാവും. കാരണം ഇന്ന് വരെ ആരും മൊബൈൽ ഫോൺ മറന്നു പോയാലും അവിടെ ടെക്സ്റ്റ് ചെയ്യും, ഓഫീസിലോട്ട് ടെക്സ്റ്റ് ചെയ്യും, ചർച്ച് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ മൊബൈൽ ഫോൺ പോയിട്ടുണ്ട്, ഞാൻ തിരിച്ചു വന്ന് ബൈബിള് മറന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരും തിരിച്ചും വന്ന് എടുത്തിട്ടില്ല. ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എത്ര ബൈബിൾ, ഏതെല്ലാം വേർഷൻ, എവിടെയെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. കാരണം അത്രയും ആവേശം നമുക്കുള്ളൂ. അതൊന്നും നമുക്ക് മിസ്സിങ് അല്ലെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. വെൻ ഗോഡ്, ദൈവം വിളിക്കുന്ന ഉടനെ ഐ ആം ഹിയർ, എന്നെ തിരക്കി എങ്ങും പോകണ്ട. ഞായറാഴ്ച രാവിലെയല്ല പാട്ടൂസം തപ്പേണ്ടതെന്ന്, ഞായറാഴ്ച രാവിലെയല്ല വാക്യം വായിച്ച് തുടങ്ങേണ്ടത്, ഞായറാഴ്ച രാവിലെയല്ല, ഒരാഴ്ച മുഴുവൻ ഒരുങ്ങിയ ആരാധനയുടെ ഒരു നിവൃത്തീകരണമായിരിക്കണം സൺഡേ മോർണിംഗ്. Throughout the week you need to prepare to offer the best sacrifice ever in your life. That's the way I will enter into his gates with thanksgiving. അങ്ങനെ വേണം ദൈവമക്കൾ ആരാധനയ്ക്ക് കടന്നു വരുവാൻ. ആ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത് ഇസഹാക്കെന്ന് പറഞ്ഞപ്പോൾ 3 കാര്യങ്ങളാണ് ദൈവം ചോദിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത്, അബ്രഹാമേ അടിയിലിതാന്ന് പറഞ്ഞു, എനിക്ക് പ്രൈസ് ഗോഡ് നിൻ്റെ മകനായ ഏകജാതനായ ഇസഹാക്കിനെ വേണം. ഇതിനകത്ത് 3 അർത്ഥങ്ങളുണ്ട്. ഐ നീഡ് യുവർ സൺ, ഐ നീഡ് യുവർ ഹല്ലേലൂയ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ അസറ്റ് വേണം. നിനക്കിപ്പോൾ എല്ലാം, യു ആർ വെൽ ഫോക്കസ്ഡ് ഓൺ ഐസക്, ഐ നീഡ് ഓൾ യുവർ അസറ്റ്. നമ്പർ 2, യുവർ ഓൺലി സൺ, ഏകജാതൻ, ദാറ്റ് ഈസ് യുവർ അഫെക്ഷൻ. എനിക്ക് നിൻ്റെ എന്ത് വേണം? നിൻ്റെ സ്നേഹം വേണം. നിൻ്റെ ഏകജാതനെ എനിക്ക് വേണം. ഏകജാതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ്. ദൈവം തൻ്റെ പുത്രൻ ഏകജാതൻ, ദൈവസ്നേഹമാണ്. ഐ നീഡ് യുവർ അഫെക്ഷൻ, I need your asset. Number 3, I need Isaac, the word means laughter. ശരി, I need your attraction. ഈ 3 കാര്യത്തെ നീ യാഗം അർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി നിൻ്റെ സകല സ്വത്തും അർപ്പിക്കണം, എനിക്ക് വേണ്ടി നിൻ്റെ സകല സ്നേഹവും തരണം, എനിക്ക് വേണ്ടി നിൻ്റെ സകല ആകർഷണവും തരണം. That means I need an undivided attention from Abraham. അബ്രഹാമിൽ നിന്ന് ചിതറിപ്പോകാത്ത ഒരു ശ്രദ്ധയാണ് എനിക്കിന്ന് രാവിലെ വേണ്ടത്. ആരാധനയെന്ന് പറഞ്ഞാൽ അല്ലേ, യുണൈറ്റ് മൈ ഹാർട്ട് ലോർഡ് ദാറ്റ് ഐ മേ ഫിയർ യു. നിന്നെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ദാറ്റ്സ് എക്സാക്ട്ലി വർഷിപ്പ്. ഐ കൺഫസ് ചെയ്ത് പറയാം, ഇവിടെ നല്ല പാട്ടൊക്കെ പാടി, കുഞ്ഞുങ്ങൾ പാടി, ജോബിൻ പാടി, വളരെ സന്തോഷമായിരുന്നു. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം എൻ്റെ മനസ്സിന് പതറി പോയിട്ടുണ്ടെന്നറിയാം. നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. ഇവിടെ ഇരിക്കുന്നവർ എത്രയൊക്കെ പറഞ്ഞാലും, വളരെ വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലും, അൺഡിവൈഡഡ് അറ്റൻഷനാണ് ദൈവത്തിന് വേണ്ടത്. ഒരു പാട്ടേ പാടിയുള്ളെങ്കിലും മനസ്സ് മുഴുവൻ അതിന് കൊടുത്താട്ടെ.
10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ അൺഡിവൈഡഡ് അറ്റൻഷൻ ദൈവത്തിന് കൊടുത്താട്ടെ. ആ യാഗത്തിന് പോകുമ്പോൾ, എനിക്ക് അബ്രഹാം യാഗത്തിന് കൊണ്ടുപോകുന്ന കഥ പറയാൻ സമയമില്ല, ഇസഹാക്കിൻ്റെ ദൈവം ആരാന്ന് പറയാൻ പോകുക. അങ്ങനെ പോകുമ്പോൾ വിറകും കത്തിയും തീയും ഒക്കെ എടുത്തുള്ള യാത്രയാണല്ലോ. യാത്രയിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദ്യം ചോദിച്ചു. നിങ്ങൾക്കറിയാം എന്താണ്? അപ്പച്ച പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. അപ്പച്ച തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, നമ്മളില്ലാത്ത മിസ്സിങ് എന്താ? സൺഡേ എന്തെങ്കിലും മിസ്സായ കുഞ്ഞുങ്ങൾ അറിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയോ? ഹാവ് യു എവർ മിസ്ഡ് എനിത്തിങ് ഇൻ ദ വർഷിപ്പ്? പ്രൈസ് ഗോഡ്. അതറിയണം. കാരണം Isaac was raised and brought up in such a way, he was well versed about what is the meaning of worship. ആരാധന എന്താ, സഭ എന്താ, ദൈവദാസൻ എന്താ, സ്തോത്രം എന്താ, ദശാംശം എന്താ എന്നുള്ള വചനത്തിൻ്റെ ഓരോ ചിട്ടയായ ഉപദേശങ്ങളും ദൈവസഭയ്ക്കകത്ത് പഠിപ്പിച്ചിരിക്കണം. ഉപവാസ പ്രാർത്ഥന നോട്ട് ജസ്റ്റ് മിയർ എക്സൈറ്റ്മെൻറ്റ്. ദിസ് ഈസ് ദ സീസൺ ദ ചർച്ച് ഷുഡ് ലേൺ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓർ ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് റൂട്ടഡ് ആൻഡ് വേഴ്സ്ഡ് ഇൻ ദ ബൈബിൾ ആൻഡ് യു നീഡ് ടു ലേൺ ദ തറവ്ലി. ദൈവസഭ അത് പഠിക്കണം. ഞായറാഴ്ച 1 മണിക്കൂർ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റത്തില്ല. മേക്ക് യുവർ ഹൗസ് ആസ് എ ബൈബിൾ കോളേജ്. Buy the best Bible, buy the best translation or what is feasible for you, that is a commentary or whatever may be, and you need to learn the Bible. എല്ലാവരെയും ഒന്ന് ഉത്സാഹിപ്പിച്ചാട്ടെ വചനം പഠിക്കാൻ വേണ്ടി. ബൈബിൾ വേഴ്സ് കാണാതെ പഠിക്കണമെന്ന്. How many of you are practicing memory verse every day? Every day can you learn one memory verse? I speak to the children, those who are sitting there also. Learn one Bible verse at least every day. If you study the word of God, you will have more understanding than your teachers. It's not my version, it is the Bible says in Psalm 119 verse 99 verse 100 says that, if you I have more understanding than all my teachers because your word have been my meditation. നിൻ്റെ വചനം എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് നിൻ്റെ ഗുരുക്കന്മാരെക്കാൾ ഞാൻ വിവേകമേറിയനാകുന്നു. ജസ്റ്റ് സിമ്പിൾ പ്രിൻസിപ്പിൾ. ഒരു മെമ്മറി വേഴ്സ് അങ്ങ് ബൈഹാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെന്നേ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കും. ഞാൻ എല്ലായിടത്തും പറയുന്നത്, എൻ്റെ മാതാവ് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. സ്കൂളിൽ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിതാവ് കൊച്ചിലെ മരിച്ചു പോയതുകൊണ്ടും പിന്നീട് ഇല്ല. പക്ഷേ നല്ല ഷൂഡർ വുമണായിരുന്നു. ചെറുപ്പത്തിലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ കാണാതെ പഠിക്കാതെ വാക്യം പഠിക്കാതെ ആഹാരം തരത്തില്ല. ഈ ആവേശം കൊണ്ടല്ല, ആർത്തി മൂത്ത് ബൈബിളെല്ലാം പഠിക്കേണ്ടി വന്നു. കാരണം കഞ്ഞി കിട്ടാൻ വേണ്ടി എന്ത് പഠിക്കും? വൈകുന്നേരം ഒരു സങ്കീർത്തനം എന്ന് പറയും, 23ാം സങ്കീർത്തനം. അത് പറഞ്ഞിട്ടാണ് എന്ത് കിട്ടുന്നത്? ആഹാരം കിട്ടുന്നത്. കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 7 കോഴ്സ് ഡിന്നറൊന്നുമല്ല, ഒരു കഞ്ഞി എന്ന് തന്നെ പറഞ്ഞത്. അത് കിട്ടാൻ വേണ്ടി ഒരു ബൈബിൾ വാക്യം പഠിക്കണം. അങ്ങനെ 15 വയസ്സിനുള്ളിൽ 7000 8,000 വാക്യം എന്നെക്കൊണ്ട് കാണാതെ പഠിപ്പിച്ചു. വന്ന് വിഷമിച്ചും കരഞ്ഞും നിലവിളിച്ചും തലലിയ മുടി പിച്ചിപ്പറിച്ചും ഒക്കെ പഠിച്ചു. പക്ഷേ ഇന്നും 10-32 വർഷമായി പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചതൊക്കെ പ്രയോജനമായെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഹല്ലേലൂയ. ബൈ ഹാർട്ട് ചില വാക്യങ്ങളൊക്കെ പഠിച്ചാട്ടെ. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, മഗ് ഇറ്റ് അപ്പ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വചനം പഠിച്ചാട്ടെ. കാലപ്പെടുത്തെങ്കിൽ വചനം നിങ്ങളെ നടത്തുന്ന ഒരു കാലം വരുമെന്ന്. അപ്പം അങ്ങനെ നൗ ഹി റെക്കഗ്നൈസ് വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദ വർഷിപ്പ്. വെർ ഈസ് ദ ലാംപ്? അതിന് ഉത്തരമായിട്ട് അബ്രഹാം പറഞ്ഞതാണ് ഇസഹാക്കിൻ്റെ ദൈവം. ഹല്ലേലൂയ. ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യം. ആ ചോദ്യമൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ അപ്പച്ചനറിയാം ഇവനെയാണ് ഞാൻ വെട്ടാൻ കൊണ്ടുപോകുന്നത്. ഈ അപ്പച്ചനറിയാം ഇവൻ്റെ മേലാണ് ഈ തീ ചാമ്പലാകാൻ പോകുന്നത്. ഈ അപ്പച്ചനറിയാം ഈ വിറകിൻ്റെ മേലെ ഇവൻ കിടക്കുന്നത്. ഇവൻ്റെ ചോദ്യത്തിന് കൊടുക്കാൻ ഉത്തരമില്ല. ഉത്തരം മുട്ടുന്നിടത്തൊരു ഉത്തരമുണ്ട്, യഹോവ ഈരേ. പ്രൈസ് ദി ലോർഡ്. ഈ അമേരിക്കയുടെ ഐക്യനാടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും, രാജ്യം സമ്പന്നമാണെങ്കിലും നമുക്കറിയാം നിങ്ങൾ കടന്നു പോകുന്ന സ്ട്രഗിളൊക്കെ. പക്ഷേ ഇവിടെ ദൈവമക്കൾക്ക് പറയാൻ ഉത്തരമുണ്ട്, യഹോവ ഈരേ. അന്നും ഇന്നും എനിക്ക് വേണ്ടി യഹോവ ഈരേ. അന്നും ഇന്നും എനിക്ക് വേണ്ടി യഹോവ ഈരേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. മോശേ, യഹോവ ഈരയാണെന്നറിയാതെ നീ ഇറങ്ങി പുറപ്പെട്ടാൽ അവരപ്പം ചോദിക്കുമ്പോൾ നീ തളർന്നു പോകും. ഇസ്രയേൽ മക്കൾ വെള്ളം ചോദിക്കുമ്പോൾ നീ മനസ്സ് കലർന്നു പോകും. ഇസ്രയേൽ മക്കൾ വസ്ത്രം ചോദിച്ചാൽ നീ തളർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണെന്നറിഞ്ഞാൽ നിൻ്റെ യാത്ര സുഖമായിരിക്കും. ഇന്ന് രാത്രികാലം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ്, ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തിരിച്ചറിയണം, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പ്രോമിസ്. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്.
കത്തും ചാരമാകും, ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ് കൈപിടിച്ച് മുകളിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചൊരു പുത്തൻ വാഗ്ദത്തം കൊടുത്ത് കൈപിടിച്ച് ഇറങ്ങി വരുവാൻ ദൈവം കൃപ തന്നെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം, നീ വാഗ്ദത്തം കേട്ടവനാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തതാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ തലമുറയെ ഹല്ലേലൂയ വെട്ടിച്ചാമ്പലാക്കുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല ഈ പട്ടണത്തിൽ. എത്ര പേരത് വിശ്വസിക്കുന്നു? ശബലരഖനവന ദരധരാധകന, കൽദയരുടെ പട്ടണത്തിൽ നിന്ന് തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങിയ ഹല്ലേലൂയ അന്ധകാരത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്ന് യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലും ദൈവവചനത്തിലും നിലകൊള്ളുന്ന ഭക്തന്മാർക്ക് വാഗ്ദത്തമായി പറയുന്നു, നിന്റെ തലമുറയെ ഈ മണ്ണിൽ വെട്ടിക്കീറുവാൻ ഒരു പിശാചിനെ ഞാൻ സമ്മതിക്കത്തില്ല. അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ വചനം സമ്മതിക്കത്തില്ല. നിന്റെ വിശ്വാസത്തെ മാനിച്ച് ഇന്ന് രാത്രികാലം വാഗ്ദത്തം ഒന്നും കൂടെ പരിശുദ്ധാത്മാവ് ഹീസ് റീകൺഫേമിംഗ്, ഹീസ് അഷ്വറിംഗ് that I am the God, I am Jehovah Jireh, your provider. Urabalaba Shamdaradana Vaidamana Hataradana. Hallelujah. എന്നോട് വാക്കിലൂടെ അവസാനിപ്പിച്ച നാളെ നമുക്ക് യാക്കോബിൻ്റെ ദൈവത്തെക്കുറിച്ചും പിതാവിൻ്റെ ദൈവത്തെക്കുറിച്ചും ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ജോബിൻ മുന്നോട്ട് വന്നാട്ടെ. സ്തോത്രം. ഇനി ലിസൺ ടു മീ കെയർഫുള്ളി ഫോർ നെക്സ്റ്റ് 2-3 minutes. ഇവിടെ ഇസഹാക്ക് പഠിച്ചൊരു പാഠമുണ്ട്. Now I talked about Abraham. He declared a promise, Jehovah Jireh, our provider. My son, don't worry. Whatever may be the challenges before us, there is a God who provides for us. Last 100 years of my life and 25 years of my spiritual walk, Abraham says, my God was absolutely able to provide everything for me. The same God will provide for you. ഹല്ലേലൂയ. കാരണം അബ്രഹാമേ, നിന്നെ പേര് വിളിച്ചിട്ട് നിൻ്റെ മകനെ തരാൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഞാൻ ചോദിക്കുമ്പോൾ നിൻ്റെ കാലശേഷം 1500 വർഷങ്ങൾക്കപ്പുറത്ത് നീ ഈ മോറിയാമലയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു മനുഷ്യന് നിന്നെ പരിചയപ്പെടുത്തുന്ന അല്ല എന്നെ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമെന്നാണ്. അങ്ങനെ പരിചയപ്പെടുത്താനിരിക്കുന്ന ഞാനാ നിന്നോട് പറഞ്ഞത് നിൻ്റെ മകനെ തരണമെന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പദ്ധതി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ മാറത്തടിച്ച് നിലവിളിക്കുന്നത്. ഇസഹാക്ക് പഠിച്ചൊരു പാഠം ഇനി ശ്രദ്ധിക്കണം. ഇസഹാക്ക് പഠിച്ച എവറി ചിൽഡ്രൻ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. യുവർ ഡാഡ് ഹാസ് എ ഗുഡ് ജോബ്, മം മേ ബി വർക്കിംഗ് ഹാർഡ്, മേ ബി ഡൂയിങ് 2 jobs. Whatever you ask, your mom and dad is giving. Thank God for that. Love them, honor them, respect them, obey them. Everything is there. But you need to understand, it's not because of your mom's or dad's ability you are receiving everything. God is the provider. As you're growing in your faith, as you're growing as a young person, you need to understand God is the resource of everything. ഇസഹാക്കിനറിയാം, ഒരു യാഗത്തിന് ഒരു ആട്ടിൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ 10,000 ആടുണ്ടെന്നേ. ഒരു യാഗത്തിന് കാളയെന്നൊക്കെ പറഞ്ഞാൽ ഇസഹാക്കിന് ഒരു വലിയ കാര്യമൊന്നുമല്ല. കാരണം അപ്പൻ്റെ വീട്ടിൽ ആടും മാടുമുണ്ട്. പക്ഷേ മോറിയാമലയിൽ ഇസാക്ക് പഠിച്ച പാഠം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, യാഗം കഴിക്കാൻ അപ്പൻ്റെ തൊഴുത്തിലെ ആട് വേണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. നെവർ ഗ്രോ by seeing the resource of your dad or mom, the security of their job, by seeing the God, his name is Jehovah Jireh. ഹല്ലേലൂയ. രാത്രി കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൻ്റെയും അമ്മയുടെയും ജോലിയും വരുമാനവും സ്വത്തും വീടും വാഹനവും കണ്ടല്ല കുഞ്ഞുങ്ങൾ സ്വപ്നം നെയ്യേണ്ടത് ജീവനുള്ള ദൈവം. അന്ന് ഇസഹാക്ക് മനസ്സിലായി, അപ്പൻ്റെ തൊഴുത്ത് അല്ലെ ആടില്ലെങ്കിലും ഇവിടെ ആരാധന നടക്കും. അപ്പൻ്റെ ബാല്യക്കാർ കൂട്ടത്തിലില്ലെങ്കിലും ഇവിടെ ആരാധന നടക്കുമെന്ന്. അന്ന് മ്യൂസിഷ്യൻ ഇല്ലെങ്കിലും പാട്ടുകാരില്ലെങ്കിലും കൈയടിക്കാൻ കൂടെ ആളില്ലെങ്കിലും മോറിയാമലയിൽ ഒറ്റയ്ക്കാണേലും യാഗം നടക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഇസഹാക്ക് എങ്ങനെ ജീവിതയാത്രയിൽ പരാജയപ്പെടും? വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞാട്ട്, ഞങ്ങളുടെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവമാ, വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്.